ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യാത്രയ്ക്ക് സുഖമായിരുന്നു മുത്തശ്ശി? അതൊന്നും കുഴപ്പമില്ലായിരുന്നു. നീ ഇല്ലാത്തതിന്റെ സങ്കടം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനില്ലെങ്കിൽ എന്താ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ, അത് മതി. നിനക്ക് എങ്ങനെയാ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ? നിന്നെ കുറിച്ച് ഓർക്കുമ്പോ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി എന്തിനാ വിഷമിക്കുന്നെ? ഞാനിവിടെ ഹാപ്പിയല്ലേ. എന്റെ മുന്നിൽ നീ അഭിനയിക്കണ്ട മോളെ. ഇവിടെ എല്ലാരും കൂടി നിന്നെ തനിച്ചാക്കി പോയപ്പോ നിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണുമെന്ന് എനിക്ക് ഊഹിക്കാം. എനിക്ക് പോലും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മോളെ. നല്ലൊരു വിവാഹം നടത്തി ഈ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാന്ന് കരുതിയ അതിനും സാധിക്കുന്നില്ലല്ലോ. മുത്തശ്ശി, ഇതൊന്നും സംസാരിക്കാനല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഓഹോ, അപ്പോ നിനക്ക് എന്നോട് സംസാരിക്കുന്നതിന് പ്രത്യേക വിഷയങ്ങളൊക്കെ ഉണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ ഉണ്ട്. ഇപ്പൊ എനിക്ക് അറിയേണ്ടതേ എന്റെ അനുജത്തിയുടെ വിശേഷങ്ങളാ. അഷിക്ക് അവിടെ സുഖമല്ലേ മുത്തശ്ശി? ആ, അവൾ അവിടെ ഹാപ്പിയാ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അവള് സ്വപ്നം കണ്ടതുപോലുള്ള ഒരു ജീവിതമല്ലേ കിട്ടിയിരിക്കുന്നത്. നന്നായി, അവൾ എന്നും സന്തോഷത്തോടെ ഇരിക്കട്ടെ. അതെ, കണ്ടെടുത്തോളം എല്ലാരും നല്ല ആൾക്കാരാ. പിന്നെ പൃഥ്വിയുടെ അമ്മ, അവര് കുറച്ച് പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നു. അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ നമ്മളോടൊരു താല്പര്യക്കുറവ് പോലെ. ആണോ? നിശ്ചയത്തിന്റെ സമയത്തും അവരുടെ പെരുമാറ്റത്തിൽ ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അതിനി അഷിതയ്ക്ക് പ്രശ്നമാവോ? ഹേയ്, അതേക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട. വസുമതിയുടെയും ഗിരിജയുടെയും ട്രെയിനിങ്ങും എടുത്തിട്ടല്ലേ അവള് പോയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മുന്നിലും അവള് പിടിച്ചു നിൽക്കും. നീ ചിരിക്കണ്ട. ഒരു തരത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് കുറച്ച് സാമർത്ഥ്യമുള്ള നല്ലതാ. അല്ലെങ്കിൽ നിന്നെ പോലെ ആകും. ആഹാ, അപ്പോ ഞാനൊരു പ്രശ്നക്കാരിയാകാത്തതാണോ മുത്തശ്ശിയുടെ പ്രോബ്ലം? അതെ, അതിലെന്താ സംശയം? പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുന്ന പെൺകുട്ടികളെ തന്നെയാണ് എനിക്കിഷ്ടം. അല്ലാതെ ആരെന്തു പറഞ്ഞാലും കരഞ്ഞു കൂവി തലയും കുനിച്ചിരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. ദുർഗമോളെ, നിന്റെ അമ്മയുടെ ഒരു ഗുണവും നിനക്ക് കിട്ടിയില്ലല്ലോ. ആണോ? എങ്കിലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ മുത്തശ്ശിയുടെ സ്വഭാവമായിരിക്കും. അതുകൊണ്ടാ ഞാനൊരു പാവമായി പോയത്, അല്ലേ? ഓ പിന്നെ, ഞാൻ നിന്നെ പോലെയൊന്നല്ല. തെറിക്കുത്തരം മുറിപ്പത്തല്, അത് തന്നെ എന്റെ പോളിസി. എന്നെ വേണ്ടാത്തവരെ ഞാൻ വേണ്ടാന്ന് തന്നെ വെക്കും. അല്ലാതെ നിന്നെ പോലെ അവരുടെ സുഖവിവരവും തിരക്കി നടക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അഷിത നിന്നെ കുറിച്ച് ഒരു വാക്ക് പോലും തിരക്കിയില്ല. നീ ചെല്ലാത്തത് നന്നായി എന്നായിരിക്കും അവള് കരുതിയിട്ടുണ്ടാവുക. പക്ഷെ നീയോ അവളുടെ സുഖവിവരം തിരക്കി വന്നിരിക്കുകയല്ലേ. ഞാൻ അഷിയുടെ ചേച്ചിയല്ലേ, അവളെക്കാൾ മുതിർന്നയാള്. അപ്പോ അന്വേഷിക്കേണ്ടതും അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് ചെയ്തു കൊടുക്കേണ്ടതും എന്റെ കടമയല്ലേ? അതൊക്കെ ശരിയാ മോളെ. എന്ന് കരുതി ഈ ചിന്ത അവൾക്ക് നിന്നോട് തോന്നണ്ടേ? അതുണ്ടാവുന്നില്ലല്ലോ. പിന്നെ പ്രായത്തിന്റെ കാര്യം, അതെല്ലാ കാര്യത്തിലും നീയും ഓർക്കണം. നിന്റെ അനിയത്തിയ വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിച്ചു തുടങ്ങിയിരിക്കുന്നത്. നിനക്കും ഒരു കുടുംബ ജീവിതം വേണം, അത് മറക്കണ്ട. ഇനി ഞാനിവിടെ നിന്നാലേ അത് ശരിയാവില്ല. കല്യാണക്കാര്യം പറഞ്ഞോണ്ടല്ലേ നീ ഓടുന്നത്. എനിക്കറിയാം മോളെ.